അളിയാ ഗുഡ് മോർണിംഗ്. ഒന്നുമില്ലളിയാ, ഞാൻ വിളിച്ചതേ കേട്ടൂടെ? ഉറക്കെ പറയാനേ എനിക്ക് തൊണ്ട ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാ. തൊണ്ട വയ്യ. ആ ഒന്നുമില്ലളിയാ, ഞാൻ ഒരാഴ്ച ഡൽഹിക്കൊന്ന് പോകേണ്ട ഒരു അത്യാവശ്യം, പാർട്ടിയുടെ ഒരു മീറ്റിങ്ങിനാണ്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വട്ടച്ചെലവിന് ഒരു 25,000 രൂപയുടെ ആവശ്യം ഉണ്ടായിരുന്നു. നീ കോയമ്പത്തൂരാണ്? നീ എന്തിനു കോയമ്പത്തൂർ പോയത്? അല്ല ഞാൻ ചോദിച്ചത്. ഒരാഴ്ച കഴിയോ? അല്ലളിയാ, ഞാൻ നിൻ്റെ വീട്ടിലോട്ട് പോയാലേ ഭാര്യ ഒന്ന് വിളിച്ച് പറയോ, ഒരു 10,000 രൂപ എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് തരാൻ പറ. അവളെ വീട്ടിലാ? ഓ ശരി, ഹാപ്പി ജേണി. താങ്ക് യു. ശരി വെച്ചാലളിയേ. ശരി. ആ വഴിയും അടഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് അടുത്തൊരു പരിഹാരം? എങ്ങനെ ഇപ്പോൾ പൈസ ഒപ്പിക്കും? ഒന്നുമില്ല, ഞാനേ ഇങ്ങനെ ഓരോന്ന് ആലോചിക്കായിരുന്നേ. ഈ കമ്പനിക്കാരെന്തോ ഒരു ശല്യമാണെന്ന് അറിയാമോ? വിളിച്ചിട്ട് നമ്പർ മാറ്റിത്തരാം, ഭയങ്കര ഓഫറുണ്ട്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ. അല്ല 10 രൂപ എന്താ പറയണ്ടായില്ല? അതെ, 10 രൂപയുടെ ഒരു ഓഫർ ഉണ്ടെന്ന്, റീചാർജ്. 10 രൂപയ്ക്ക് 10 രൂപയും കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ 10 രൂപയ്ക്ക് ചാർജ് ചെയ്യാറില്ല എന്ന് പറഞ്ഞു. എന്നോട് പറ. എന്ത് സത്യം? സത്യമായിട്ട് സത്യം. നീ പെട്ടി പാക്ക് ചെയ്തോ? ഇല്ല, പെട്ടി കിട്ടിയില്ല. പെട്ടി കിട്ടിയില്ലേ? ഞാൻ ഇതാണ് എന്തെങ്കിലും, നമ്മള് ഇന്നാളല്ലേ ടൂർ പോയിട്ട് ആ പെട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചേ. ഇന്നാളോ? 5 കൊല്ലമായി. ഇന്നാളല്ല. 5 കൊല്ലമായാ? എല്ലാം ഇന്നാളത്തെ പോലെ ഇരിക്കുന്നു. നമ്മളത് ആ ഊട്ടിയിലെ ഗാർഡനിലൊക്കെ പൂവൊക്കെ പറിച്ച് നമ്മളെവിടെ ടൂർ പോണേന്ന് ഇപ്പൊ പറ. എന്നാ പെട്ടിയും കിട്ടും, എല്ലാം കിട്ടും. അതെ തങ്കം, നമ്മള് ഇപ്പൊ എങ്ങും ടൂർ പോണില്ല, പക്ഷെ ഞാൻ പോണുണ്ട്. നമ്മൾ പോണില്ല, നിങ്ങൾ പോണുണ്ടോ? അതെന്താ അങ്ങനെ ഒരു പോക്ക്? അയ്യോ ഇടി, അതല്ല ഇത്. ഇപ്പം ഞാൻ പോകുന്നത് നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അടിയന്തരമായിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ്ങിനായിട്ടാണ് ഞാൻ പോണേ. എങ്ങോട്ട്? ഡൽഹിക്ക്. നിങ്ങൾ ഒറ്റയ്ക്കോ? എനിക്ക് വരണം ഡൽഹിക്ക്. എനിക്ക് അവിടെ ടിപ്പു സുൽത്താന്റെ കോട്ട കാണാനുള്ളത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് അത്. ആരാ കോട്ട? ടിപ്പു സുൽത്താന്റെ കോട്ട. ടിപ്പു സുൽത്താന്റെ കോട്ട ഡൽഹിയിലാണ്. എടി മന്ദൂസേ, അത് മൈസൂറാണ്. എന്നാ ഡൽഹിയിൽ എന്തോ സാധനം ഉണ്ട്. എനിക്ക് വരണം, എനിക്ക് അത്രേ ഉള്ളൂ. അതെ, ഡൽഹിയിൽ സംഭവമൊക്കെ ഉണ്ട്, അത് ശരി തന്നെ. പക്ഷെ ഞാനിപ്പോ ഇത് പാർട്ടിയുടെ ആവശ്യമായിട്ട് ഞാൻ പോകുന്നതാണ്. ഈ പാർട്ടിയുടെ ആവശ്യത്തിന് ഇപ്പൊ പോയിട്ട് എന്താ പ്രയോജനം? നിങ്ങൾക്ക് പ്രയോജനം ഉണ്ട്. ഞാൻ പറയുന്നു, നീ ബഹളം വെച്ചിട്ട് തക്കളി മോളെ അറിയിക്കണ്ട. അവളും കൂടെ ഇനി ബഹളം വെക്കും. അതെ, ഇപ്പൊ ഞാൻ കേന്ദ്രത്തിലേക്ക് പോകുന്നത്, എനിക്ക് തോന്നുന്നത് അവിടെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് കിടപ്പുണ്ട്. ചിലപ്പോൾ നീ അത് ഏൽപ്പിക്കാനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇല്ലെങ്കിൽ എത്രയോ പോങ്ങന്മാർ ഇവിടെ പാർട്ടിയിലുണ്ട്, ഒറ്റ ഒരുത്തിനെ അങ്ങോട്ട് വിളിച്ചില്ലല്ലോ. ഡൽഹി കാണാനുള്ള ഒരു ഇതുപോലും ഇല്ലല്ലോ അവന്മാർക്കൊന്നും. അപ്പോൾ എന്താണ് ക്ലീറ്റോയെ വിളിക്കാൻ? അപ്പോൾ ക്ലീറ്റോ അത്രയ്ക്കും ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിക്ക് എന്തിനും യോഗ്യതയുള്ള ഒരാളാണെന്ന് തോന്നിയോണ്ടല്ലേ? അങ്ങനെ അവർ പറഞ്ഞോ? അവരെ പറഞ്ഞില്ല, പക്ഷേ അതായിരിക്കും എന്നാണ് എൻ്റെ സംശയം. ഇല്ലെങ്കിൽ എന്തോ എന്നെ ഏൽപ്പിക്കാനാണ് ഇവിടുത്തെ എന്തോ കാര്യങ്ങൾ. പിന്നെ കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൂറാ ഇങ്ങനെ വിമാനത്തിൽ വിമാനത്തിലാണ് ഫുൾ ടൈം നമ്മൾ. എവിടെ വേണം. പിന്നെ നിന്നെ ഞാൻ ഫ്ലൈറ്റിൽ ഇങ്ങനെ നേരെ ടിപ്പുന്റെ കോട്ടയ്ക്കകത്ത് കൊണ്ടുവരും, ഇറങ്ങി തരും. പ്രാർത്ഥിക്കും മോളെ, മിക്കവാറും അങ്ങനെ ആയാ മതിയായിരുന്നു. എന്നിട്ട് വേണം എനിക്കൊന്നും. അമ്മയോടൊക്കെ പറയാം, അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം. പൊന്നു മോളെ, നീ ഇപ്പൊ അമ്മയോട് അമ്മമ്മയോടൊന്നും പറയണ്ട. ഇത് പറയുന്നത് മോശമല്ലേ? ക്ലീറ്റോ മന്ത്രി ആകുമ്പത്തിന് അവരൊക്കെ സന്തോഷിക്കണ്ടേ ക്ലീറ്റോ? എടി, അതൊക്കെ സർപ്രൈസ് ആയിട്ട് എന്നെ എല്ലാവരും കൂടെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വരിക. അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ ബൊക്കെയൊക്കെ പിടിച്ച് ഇങ്ങനെ വരും. അപ്പൊ പോലീസൊക്കെ ഇങ്ങനെ സല്യൂട്ട് ചെയ്യുമ്പോ അത് മതി കേട്ടാ. അതുവരേക്കും ഞാൻ എവിടെ പോയി എന്ന് ആര് ചോദിച്ചാലും നിനക്കൊന്നും അറിയില്ല, എന്തോ ആവശ്യത്തിന് എങ്ങോട്ടോ പോയി, ഒന്നും പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. ഇത് ഒരു മനുഷ്യനും അറിയണ്ട. ചുറ്റും ശത്രുക്കളാണ്, അറിയാലോ. വലിയ ശത്രു എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്, അതുകൊണ്ട് അവനൊന്നും അറിയിക്കണ്ട. അതുകൊണ്ട് എന്റെ പൊന്നുമോള് പെട്ടെന്ന് എല്ലാം ഒന്ന് പെട്ടിയൊക്കെ നോക്കി എടുത്തേ. പോയി നോക്കി എടുക്കങ്ങോട്ട്. ഇതത്ര ശരിയല്ല. അതെ, കേന്ദ്രമന്ത്രിയൊക്കെ ആകാൻ പോകുന്ന ഒരാളുടെ ഭാര്യയുടെ മാലയ്ക്ക് ഈ നീളം പോരാ.
മന്ത്രി ആകുമ്പോൾ നീട്ടി തന്നാ മതി. ആ ഞാനിപ്പോൾ ഡൽഹി പോകുമ്പോൾ ഈ മാലയും കൂടെ കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് കുറെ കൂടെ നീളമുള്ള മാലയൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നു. എങ്ങനെ? എനിക്ക് ഡൽഹിയിലെ സ്വർണ്ണം വലിയ ഇഷ്ടമല്ല. ഇവിടെ മന്ദബുദ്ധിയാണെങ്കിൽ ചില സമയത്ത് കുരുട്ട് ബുദ്ധിയാ. ഓ എത്ര ജോഡി ഡ്രസ് വേണം? എത്ര ദിവസം ഉണ്ട് അവിടെ? എല്ലാം എടുത്തു വെച്ചോ. നടരാജ, ഞാൻ നിന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ്. ഒന്നുമില്ല, പിന്നെ നമ്മുടെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് എന്നെ അത്യാവശ്യമായിട്ട് ഡൽഹിക്ക് ചെല്ലാനായിട്ട് വിളിച്ചു പറഞ്ഞേക്കാണ്. ഡൽഹിക്ക്. അപ്പോൾ ഡൽഹിക്ക് പോയി ഒരാഴ്ച ഞാൻ അവിടെ തങ്ങണേ. അപ്പോൾ പോയി വരാനൊക്കെ എല്ലാം കൂടെ ആയിട്ടൊരു വട്ടച്ചിലവിന് നീ എനിക്കൊരു 25,000 രൂപ ഒന്ന് സഹായിക്കില്ല? അല്ല, പാർട്ടിക്കാർ നമുക്ക് പൈസ തരും, പക്ഷെ അത് പിന്നെ അവർ ബില്ലൊക്കെ പാസ്സാക്കി ഇപ്പം നമ്മൾ കയ്യിൽ നിന്ന് ചിലവാക്കി പോകണമല്ലോ. അതാണല്ലോ നമ്മുടെ പാർട്ടിയുടെ നയം. അപ്പോൾ ഞാൻ പോയി വരണവരെ ഒരു 25,000 രൂപ നീ എനിക്ക് ചിലവിനായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു തരാം. തരാമെന്നാണോ അത് ഇല്ലെന്നാണോ? ഇല്ല, അത് നീ നിന്റെ കയ്യിൽ പൈസ ഇല്ലെന്നാണോ, നീ എനിക്ക് പൈസ തരില്ലെന്നാണോ? പൈസ തരില്ല, പക്ഷെ തരാം. നീ എന്താണ് തെളിച്ച് പറ, നീ തരുമോ ഇല്ലെന്നുള്ളത് പറ. പക്ഷെ തരാം, പക്ഷെ എന്നെ കൂടെ ഒന്ന് ഡൽഹിക്ക് കൊണ്ടുപോകും. എവിടെ? ഡൽഹിക്ക്. നിന്നെ? നടരാജ, അല്ല ഇപ്പൊ ഇവിടത്തെ തന്നെ പല നേതാക്കളെ ഒഴിവാക്കിയിട്ട് എന്നെ മാത്രമാണ് ഡൽഹിക്ക് വിളിച്ചേക്കുന്നത്. പിന്നെ അതിന് കൂടുതൽ നിന്നെ കൂടെ കൊണ്ടുപോയി അത് പാർട്ടിയിൽ വലിയ വിഷയമാവും. അതുകൊണ്ട് അതൊന്നും നടക്കില്ല. നിന്നെ ഞാനേ 2 മാസം കഴിഞ്ഞ് അടുത്ത് ഞാൻ പോകും. അപ്പോഴത്തേക്ക് നിന്നെ കൊണ്ടുപോവാം. പൈസ അപ്പോൾ തരാം. നീയേ ഇവനെ ഒന്ന് തന്ന് സഹായിക്കും. പിന്നെ കാരണം വെച്ച് കഴിഞ്ഞാൽ നിന്നെ കൊണ്ടുപോയാൽ ശരിയാവല്ലോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആൾ വേണമല്ലോ പാർട്ടിയുടെ. അതുകൊണ്ടാണ്. അപ്പോൾ നീ തൽക്കാലം പിന്നെ ഒരു 25,000 രൂപ ഒന്ന് സഹായിക്കും. ഒരു 20എങ്കിലും 20 ആയാലും മതി. ഇല്ല, തരില്ല. തീരുമാനിച്ചു. എന്നാ നീ ചെല്ല് കേട്ടാ. പുതിയ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ കറങ്ങി നടക്കല്ലേ, സൂക്ഷിച്ച് കൊണ്ടുപോ. പൈസ ഞാൻ ഒപ്പിച്ചോളാം കേട്ടാ. ചെല്ല്. വേണ്ട എന്നെ വേണോടാ. ജമന്തി, ജമന്തി, നീ എവിടെയാ? അത് എവിടെ കിടന്നിരുന്ന പത്രം? എവിടെ പത്രം? പത്രം എന്താ നിനക്ക് അറിഞ്ഞൂടെ? രാവിലെ പത്രം എടുക്കുന്നേ. ഇവിടെ പത്രം ഉണ്ടായിരുന്നു, അത് എവിടെയെന്ന്? ഇവിടെ പത്രം എടുക്കുന്ന ഏട്ടൻ കണ്ടോ? തലക്ക് വന്നിട്ട് തരും ഞാൻ. ചുമ്മാ ഒരു ഏട്ടൻ കണ്ടെങ്കിൽ പിന്നെ എന്നോട് ചോദിച്ചാ എങ്ങനെയാ? ഞാൻ കണ്ടില്ലോ. ഇന്ന് പത്രം വന്നോ? പത്രം വന്നിടി, അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് അതിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേന് പത്രം കാണാനില്ല. പിന്നെ എവിടെ പോയി? എവിടെ പോവും? അമ്മേ, അമ്മേ, മക്കളെ ഞാൻ ഈ ചായ ഒന്ന് ഇറക്കി വെക്കട്ടെ. ഇവിടെ വരുന്ന എന്ത് പത്രം? എവിടെ പത്രമോ? പത്രം ഇവിടെ ഇരുന്നിരുന്നായിരുന്നല്ലേ? പത്രം എന്റെ മൂട്ടിലാണ് പത്രം. അയ്യോ, പത്രം ചിലപ്പം വാർത്തയൊക്കെ വായിക്കാൻ വേണ്ടിട്ട് ക്ലീറ്റസ് എത്തോണ്ട് പോയി കാണും പാർട്ടിയുടെ. അവന്റെ പാർട്ടിയുടെ വാർത്തകൾ വായിക്കണമെങ്കിൽ അവൻ പൈസ കൊടുത്ത് വായിക്കണം. അല്ലാതെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുള്ള പത്രം എടുത്തുകൊണ്ടല്ല വാർത്തകൾ വായിക്കേണ്ടത്. ഞാൻ വാങ്ങണത് എനിക്ക് വേണ്ടിയിട്ടാണ്. അമ്മയ്ക്ക് പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല, എന്നാ അത് വായിക്കാൻ വേണ്ടി എടുത്തോണ്ട് പോയി തിരിച്ചിവിടെ കൊണ്ട് ഇടാലോ. അതിന് പറ്റൂല. എന്റെ ഏട്ടൻ പൈസ മുടക്കി മേടിക്കണ പത്രം അങ്ങോട്ട് ഓസിക്ക് കൊണ്ടുപോയി വായിക്കാൻ കൊള്ളാം, തിരിച്ചു തരാൻ പറ്റില്ല. ഒരു പത്രം വായിക്കാനല്ലേ എടുത്തോണ്ട് പോയത്, അത് നമുക്ക് ഇങ്ങോട്ട് എടുത്തോണ്ട് വരാന്നതല്ലേ ഉള്ളൂ. അതെന്തിനാണ് നമ്മൾ എടുത്തോണ്ട് വരണേ? അവർക്ക് ഇങ്ങോട്ട് തിരിച്ചോണ്ട് തന്നാ എന്താ കുഴപ്പം? ഞാൻ പോയി എടുത്തോണ്ട് വരാം. അമ്മ പോയി എടുത്തോണ്ട് വരണ അല്ല ഇവിടുത്തെ പ്രശ്നം. ഒരു സാധനം ഇവിടുന്ന് കൊണ്ടുപോയാ തിരിച്ചു കൊണ്ടുവരാനുള്ള മര്യാദ വേണം. വായിട്ടലക്കാതെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വായിട്ടലക്കില്ല. നീ എന്തെങ്കിലും മിണ്ടിയില്ലെങ്കിലോ? എന്താ മിണ്ടാത്തെ? ചില നേരത്തെ നമ്മുടെ സ്വഭാവം കൊണ്ടായിട്ടല്ലോ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകാൻ തോന്നും. ചുമ്മാ തിന്നുമ്പോഴേ കൊഴുപ്പ് കയറുമ്പോഴേ അങ്ങനെ പലർക്കും ഇറങ്ങി പോകണമെന്ന് തോന്നും. അങ്ങനെ കൊഴുപ്പ് കയറി ഇറങ്ങിപ്പോയ പെൺപിള്ളേരെ പിറ്റേന്ന് പേപ്പറിലാ വായിച്ചിട്ടുള്ളത് ഞാൻ. ഈ അമ്മ എന്തിനാ ഈ അനാവശ്യമൊക്കെ പറയണേ? അനാവശ്യമാണോ? നീ എന്നോട് പറയിപ്പിച്ചതല്ലേ? ഞാനാണോ പറയിപ്പിച്ചത്? അമ്മയല്ലേ ഈ അനാവശ്യം പേപ്പറിന്റെ അടുത്ത് ഞാനാണോ പറഞ്ഞത്? എന്താണ് ഇപ്പൊ ഇവിടെ വിഷയം? പിന്നെ അല്ലാതെ അമ്മ എന്താ പറയണേ? ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോകുന്നോ? നീ പറഞ്ഞിട്ടില്ലേ ഞാൻ പറഞ്ഞത്? അമ്മേ ചുമ്മാ എഴുതാപ്പുറം വായിക്കരുത് കേട്ടോ. എഴുതാപ്പുറം അല്ല വായിച്ചത്. നീ പറഞ്ഞതിന്റെ മറുപടി ഞാൻ പറഞ്ഞു. എന്റെ ചെറുക്കന്റെ മനസ്സ് വേദനിപ്പിച്ച് നിനക്ക് സമാധാനമായല്ലോ. ഞാൻ
എന്ത് ചെയ്തു? അല്ല നീ ഒന്നും ചെയ്തില്ല, ഞാൻ പോയി എടുത്തോണ്ടോന്നോളാം, അത്രേ ഉള്ളു കാര്യം. വേണ്ട, ഞാനും കൂടി വരും. എന്തോത്തിനാണ് ഒരു പത്രം എടുക്കാൻ 1000 പേര്? നീ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. ദേഷ്യപ്പെടല്ലേ അമ്മ, ഞാനും വരും. ദേഷ്യപ്പെടരുത് അമ്മ, ഞാനും വരും. നിനക്ക് മര്യാദയ്ക്ക് ആദ്യം ഇങ്ങനെ സംസാരിച്ചാ പോരാ, എന്നെ കൊണ്ടിട്ട് അലപ്പിക്കാനായിട്ട് അവൻ പോയി കിടക്കുന്നത് കണ്ട. മക്കളെ, ഞാൻ പേപ്പർ എടുത്തോണ്ട് തരാം. ഞാനും. നാത്തൂനെ, പത്രം എവിടെ? പത്രം ഇതെന്താ? ഇത് ഒന്നുമില്ല. ഇതൊന്നിനാണ്ട് നീ പെട്ടിയൊക്കെ കെട്ടിപ്പറക്കുന്നത്? എങ്ങോട്ടെങ്കിലും യാത്രയുണ്ടോ? ആവോ, എനിക്കറിയാൻ പാടില്ല. പിന്നെ നിനക്കല്ലാതെ പിന്നെ ആർക്കറിയാം? അമ്മയ്ക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ക്ലീറ്റോനോട് ചോദിക്കും. ആ, വീണ്ടും വഴക്കെന്താ ഉണ്ടാക്കിയിട്ടുണ്ട്. ദാണ്ട നാണം കെട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് തിരിച്ച് പട്ടിയെ പോലെ ഇവിടെ കയറി വരണം. അതിനേക്കാളും മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുന്നതാണ് നിനക്ക് നല്ലത്. ഞാനല്ല പോണത്. പിന്നെ ക്ലീറ്റോ ചേട്ടൻ പോയാ പിന്നെ തിരിച്ചു വരൂലട്ടാ. ദേ, ഞങ്ങളെ കണ്ടുപിടിക്കേ. എന്ത് വഴക്കുണ്ടെങ്കിലും ഞങ്ങൾ എത്ര സന്തോഷമായിട്ടാ ജീവിക്കണേ അല്ലേ അമ്മ? പിന്നെ അല്ലാതെ നിനക്കൊന്നും തലയ്ക്ക് വെളിവില്ലേ? ഈ അമ്മ എന്തറിഞ്ഞിട്ട് ഇത് അങ്ങനെ ക്ലീറ്റോ വഴക്കിട്ട് പോണതല്ല. പിന്നെ പുറത്താരോടെങ്കിലും പറയോ? എന്തെന്ന്? എന്തോന്ന് നീ കാര്യം പറ. ഇതെന്തോന്ന് പറഞ്ഞാ ക്ലീറ്റോ തന്നെ വഴക്ക് പറയും. ക്ലീറ്റോ പറഞ്ഞ പുറത്താരോടും പറയരുതെന്നാ. എടി, പുറത്ത് ആരോടും പറയുന്ന ഞാൻ നാട്ടുകാരോടും ആരോടും പറയരുതെന്നാ. കുടുംബത്തിലുള്ളവരോട് പറയുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവളോട് പറഞ്ഞ നാട്ടുകാരോട് പറഞ്ഞ പോലെ ആയില്ലേ? ചുമ്മാ പറയരുത് കേട്ടോ അമ്മ. കുടുംബശ്രീയുടെ മീറ്റിങ്ങിനൊന്നും പോയി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണം നാത്തൂന്, അല്ലാതെ ഞാനൊന്നും അല്ല. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട, നീ കാര്യം പറ. പറ, പുറത്താരോടെങ്കിലും പറയോ? ദേ, ഒരു ഒറ്റ കുത്തുവെച്ചിട്ടെ ഞാൻ. കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞേ. കുറെ നേരം. അതെ, ഒരു സന്തോഷമുള്ള കാര്യ. എന്താ? ക്ലീറ്റോനെ കേന്ദ്രമന്ത്രിയാക്കാൻ പോണു. കേന്ദ്രമന്ത്രി? ഒന്ന് പോ നാത്തൂനെ അവിടുന്ന്. തമാശ പറയണേ. വിശ്വസിക്കണ്ട അമ്മേ, സത്യാണെന്ന്. നീ പോടി അവിടുന്ന്. ദേ, ഇന്ന് നേരം വെളുത്തപ്പോ ക്ലീറ്റോന്റെ ഫോണില് 10 മിസ് കോള്. ആരുടെയാ? മെയിൻ മന്ത്രിയുടെ കേന്ദ്രത്തിലെ. സത്യം? ആ, ക്ലീറ്റോ അപ്പൊ തന്നെ തിരിച്ചു വിളിച്ചു. എന്താന്നറിയണ്ടേ, നേരം വിളിക്ക് ഇത്ര 10 മിസ് കോളൊക്കെ. അപ്പൊ പറയാണ് എത്രയും വേഗം നീ ഇവിടെ എത്തണം, പ്രശ്നമാണെന്ന്. എന്താ പ്രശ്നം? ഈ റബ്ബറിന്റെ പ്രശ്നങ്ങളൊക്കെ നടക്കാണല്ലോ. ക്ലീറ്റോ ഏതാ, പാലാക്കാരനല്ലേ? ആ, അപ്പൊ റബ്ബറിന്റെ കുറെ പരിഹാരമൊക്കെ ക്ലീറ്റോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിപ്പോ ചെന്ന് പറഞ്ഞു കൊടുക്കണം, കൂടെ മന്ത്രിയാക്കുകയും വേണം. അതാണ് എന്റെ നാത്തൂനെ, അത് എങ്ങനെയാ മന്ത്രിയാക്കണേ? അല്ല അമ്മേ, ഈ മെയിൻ മന്ത്രി ഇല്ലേ, പുള്ളി ഇടയ്ക്കിടയ്ക്ക് കേരളത്തിലൊക്കെ വരുമല്ലോ. ഇവിടെ കാലെടുത്ത് വെച്ച ആ നിമിഷം വിളിക്കും ക്ലീറ്റോനെ. അപ്പൊ കാണണം. ക്ലീറ്റോ ചെന്നാലോ കെട്ടിപ്പിടുത്തമായി, തമാശ പറയലായി, കളിയായി, ചിരിയായി, ഒരു സ്വസ്ഥതയും കൊടുക്കൂല. വീട്ടിലോട്ട് കൂടി വിടൂലല്ലോ ഇങ്ങോട്ട്. പിന്നെ ചുമ്മാ ഇതുവരെ ക്ലീറ്റോ ചേട്ടൻ നമ്മളോടൊന്നും ഇത് പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ അതിന് നാട് നീളെ പറഞ്ഞോണ്ട് നടക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള്. നിന്റെ കെട്ടിയും പോസ്റ്റ് കാരണം നീ പറഞ്ഞിട്ട് നടക്കണം. നിങ്ങൾ രണ്ടുപേരും ഇതിനെ കുറിച്ച് അല്ലാതെ ഒന്നും വിശ്വസിക്കാതെ. ശരിക്കും ക്ലീറ്റോ ചേട്ടൻ മന്ത്രിയൊക്കെ ആവോ? ക്ലീറ്റോന് മന്ത്രിയാവാൻ പറ്റില്ലേ? അതൊക്കെ ജീവനാന്ന്. അല്ലെങ്കിൽ ഇവിടെ എത്രയോ ആൾക്കാരുണ്ട്, ആരെങ്കിലും വിളിച്ചോ? അല്ല, അറിയാനൊക്കത്തില്ല. അവൻ മന്ത്രിയാവും. അവന്റെ മുഖലക്ഷണം അതാണ്. ചിലപ്പോ എനിക്കും തോന്നിയിട്ടുണ്ട് അവന്റെ ആ ഗാംഭീര്യം ഒക്കെ കാണുമ്പോ ഒരു മന്ത്രിയുടെ ഒരു ഇതില്ലയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കിടന്നുറങ്ങണതോ മന്ത്രി കിടക്കുന്ന പോലെ തന്നെ തന്നെ. അതാണ് ബാക്കിയുള്ളവളാണ്. ഹലോ, ആ നടരാജ, എന്താ നടരാജ? നടരാജ, ഈ പറയുന്ന പോലെ സാരി വാങ്ങാനല്ല ഞാൻ പോകുന്നത്. 5000 രൂപയുടെ സാരി 1000 രൂപയ്ക്ക് കിട്ടുമോ? അത് കിട്ടിക്കോട്ടെ, അതിനിപ്പോൾ ഞാൻ എന്ത് വേണം? 50,000 സാരി എൻ്റെ നടരായ 1,00,000 രൂപയുടെ സാരി ചിലപ്പോൾ അവിടെ 1000 രൂപയ്ക്ക് കിട്ടിയെന്നിരിക്കും. ഞാനിപ്പോൾ ഡൽഹി പോകുന്നത് സാരി വാങ്ങാനല്ല കേട്ടോ. ഞാൻ പാർട്ടിയുടെ അടിയന്തരമായ മീറ്റിങ്ങിന് പോകണം. നീ പാർട്ടിക്കാരനോട് നിനക്ക് എല്ലാം അറിയാം, ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാ? സാരി വാങ്ങലല്ല എൻ്റെ പണി. നീ കളിക്കല്ലേ, എനിക്കിപ്പോൾ അതിനുള്ള സമയമല്ല. നീ ഇനിയിപ്പോൾ എത്ര രൂപ തരാന്ന് പറഞ്ഞാലും എനിക്ക് പറ്റില്ല നടരാ. നീ വെച്ചാരാ. എന്തൊരു കഷ്ടമാണ്. ഡൽഹി പോകണം, ഇതാണ് ഞാൻ ആരോടും പറയരുത് എന്ന് പറഞ്ഞത്. അല്ല, ഡൽഹി പോണ കാര്യം നീ പറഞ്ഞ അല്ല, അമ്മയും ഇപ്പം കുഴപ്പമില്ല. എന്ത് കഷ്ടമാണ് ആളുകൾക്ക്. ഡൽഹി പോകണമെന്ന് അറിഞ്ഞ ഉടനെ പിന്നെ ഡൽഹിയിൽ അതിന് വില കുറവാണ്, ഇതിന് വില കുറവാണ്. ഇപ്പം വിളിച്ചേക്കാം നടരാജൻ, അവൻ്റെ ഭാര്യയ്ക്ക് സാരി വേണം. അവിടെ 50,000 രൂപയുടെ സാരി 5000 രൂപയ്ക്ക് കിട്ടും, 5000 രൂപയുടെ സാരി 1000 രൂപയ്ക്ക് കിട്ടും. സാരി വേണം, പൈസ തരാൻ. ഞാൻ പോണം അതിനല്ലേ. അല്ല ക്ലീറ്റോ ചേട്ടാ, 5000 രൂപയുടെ സാരി 1000 രൂപയ്ക്ക് അവിടെ കിട്ടുമോ? കിട്ടുമായിരിക്കും. ഇതൊക്കെ പലരും പറയുന്നുണ്ട്. ഞാൻ ഇപ്പം പോണെന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് തന്നെ എല്ലാവരും അതിനൊക്കെ ഉള്ള തയ്യാറെടുപ്പ്. നാത്തൂനെ, ഡൽഹിയിലൊക്കെ തുണിക്ക് വിലക്കുറവായിരിക്കും. ക്ലീറ്റോ ചേട്ടാ, വരുമ്പോ എനിക്കും കൂടി സാരി മേടിക്കോ?
യവന്തി ഞാനിപ്പോൾ ഒരാളോട് പറഞ്ഞു വെച്ചതുള്ളൂ ഞാൻ പോകുന്നത് എന്ത് തിരക്കിട്ട കാര്യത്തിനാണ് ഞാൻ പോകണം അറിയാലോ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഒരു ദിവസം കൂടി എക്സ്ട്രാ അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് സാരി മേടിക്കും. എനിക്കൊരു 5 സാരി വേണം 5000-ന്റെ. എനിക്ക് ഒരു 5 സാരി വേണം. അമ്മയ്ക്ക് പൈസ? അയ്യോ പൈസയൊക്കെ ഞാൻ തരാം. അങ്ങനെയാണെങ്കിൽ ഞാനും തരാം ക്ലീറ്റ 5000 രൂപ. എന്തെങ്കിലും പൈസ ഉണ്ടോ? അല്ല ഞാനേ വേറൊരു കാര്യമുണ്ട്. ഞാൻ മേടിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്തെങ്കിലും കണ്ട കളർ എനിക്ക് ഒരു ഇതുണ്ട്, അത് വെച്ച് ഞാൻ മേടിക്കാൻ അവസരം ഇഷ്ടപ്പെടാതെ വന്നാൽ പിന്നെ അത് അതൊന്നും സാരമില്ല. ഇനി അഥവാ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇരട്ടി വിലക്ക് ഞങ്ങൾ അങ്ങോട്ട് വിൽക്കും. അതെ ഈ എല്ലാ സാരി ഞങ്ങൾക്ക് അങ്ങ് കൊടുക്കാനല്ലോ. കനകന്റെ ഭാര്യ തന്നെ കേട്ടോ, അതിനിടയ്ക്ക് കച്ചവടം അവള്. ക്ലീറ്റ ആ മെയിൻ മന്ത്രിനോട് പറഞ്ഞാൽ മതി, പുള്ളിക്കാരൻ നല്ല വില കുറവുള്ള സ്ഥലമൊക്കെ തരും. അയാളെ ഒന്നും ഇതിൽ ബുദ്ധിമുട്ടിക്കാനൊന്നും പറ്റില്ല. പിന്നെ ഞങ്ങൾ ആ ബന്ധം പോകും. ഇതിപ്പോ അവിടെ പോയിട്ട് അയാളുടെ പേഴ്സണൽ സ്റ്റാഫ് ഒരു കക്ഷിയുണ്ട്, അയാളെ പിടിച്ച് നോക്കാം. പിന്നെ ഞാൻ സാധനം മേടിച്ചോണ്ടിരുമ്പോ അത് ഇഷ്ടപ്പെട്ട മോങ്ങൾ ഇങ്ങനെ ചുളിച്ച് കാണിക്കരുത്. ക്ലീറ്റ് ചിലട് പറഞ്ഞില്ലേ അത് ഞങ്ങള് വിൽക്കൂന്ന്. ഒരെണ്ണമെങ്കിലും നല്ലത് കൊണ്ടുവന്നാ മതി, അത് ഉടുത്താ മതി. സമ്മതിച്ചാ നിങ്ങളൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച ഞാൻ ഇത് വേറെ ഇനി ആരോടും പറയരുതേ ഞാനിങ്ങനെ സാരി മേടിക്കണമെന്ന്. ഇതിപ്പോ ഇപ്പൊ തന്നെ എനിക്ക് ഒരുപാട് അവസാനം ഞാൻ ഒരു ലോറി നിറഞ്ഞ സാരി ആയിട്ട് വരേണ്ടി വരും. ഇല്ല പറയില്ല. ഞാൻ പോയി പൈസ എടുത്തോണ്ട് പറ്റേ? പൈസ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വരും. അതിന് ഞാൻ പൈസ എടുത്തു തരാം. ഞാനിപ്പോ വരാട്ടെ, പൈസ അതെ മാന്യമായിട്ട് 10 രൂപ ചോദിച്ചാൽ ഒരാറ്റയാണോ തരത്തില്ല. അപ്പൊ എന്നെ കൊണ്ട് മനഃപൂർവ്വം കള്ളം ചെയ്യിക്കണല്ലേ. വരട്ടെ, എല്ലാവർക്കും ഞാൻ സാരി മേടിച്ചോട്ട് വരും. നടരാജ എന്നെ വിളിക്കാൻ റെയിൽവേ സ്റ്റേഷൻ വരെ വരാനുള്ള മനസ്സെങ്കിലും നിനക്ക് തോന്നിയല്ലോ, വലിയ കാര്യമായി പോയി കേട്ടാ. പൈസ ചോദിച്ചപ്പോ നീ തന്നില്ല, പോട്ടെ, ഇതൊക്കെ എന്റെ മനസ്സിലുണ്ട്. ബുദ്ധി അപാരം തന്നെ. എന്തോന്ന് ബുദ്ധി? അല്ല നീ ഉദ്ദേശിച്ചതാണ് ഞാൻ മറ്റേ സുനാമി കടയിൽ പോയി സാരി വാങ്ങിച്ചതാണ്. അതെ, നീ ഇതൊന്നും ആരോടും ചെന്ന് പറഞ്ഞേക്കരുത് കേട്ടോ. സംഭവം എന്നാലും യുവന്മാര് ഭയങ്കര ബുദ്ധിമാന്മാരാണെന്നേ. സുനാമി അടിച്ചപ്പോൾ ആൾക്കാർ കൊടുക്കാനെന്ന് പറഞ്ഞ തുണികൾ മേടിച്ചിട്ട് അത് കൊണ്ടിട്ട് മറു കച്ചവടം ചെയ്യുക. അല്ല അതുകൊണ്ട് നമുക്കും ഗുണമുണ്ടായി, പൈസ കുറഞ്ഞ് നമുക്ക് സാധനം മേടിക്കാൻ പറ്റൂലേ. നീ ഈ കടയൊക്കെ എങ്ങനെ കണ്ടെത്തിയിടേ? നീ ഇവിടെ നിന്ന് തന്നെ സാരിയൊക്കെ മേടിച്ച് ഭാര്യയെ പറ്റിക്കുന്നതല്ലേ. ഞാനേ അവിടെ വീട്ടിലെ പെണ്ണുങ്ങളോട് പറഞ്ഞിങ്ങനെ ഡൽഹിയിൽ നിന്ന് വരുമ്പോൾ സാരിയൊക്കെ കൊണ്ടുവരുമെന്ന്, അങ്ങനെ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുക. കുഴപ്പമില്ല, വലിയ പ്രശ്നമുള്ള സാധനമൊന്നും അല്ല, വൃത്തിയുള്ള സാരിയൊക്കെ തന്നെ. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഡൽഹി ഭയങ്കര ഒരു അനുഭവമായിരുന്നു കേട്ടോ. നീ കാണേണ്ടതായിരുന്നു ഡൽഹിയൊക്കെ. സാരമില്ല, 2 മാസം കഴിഞ്ഞ് അടുത്ത് ഞാൻ പോണുണ്ട്, അപ്പോഴേക്കും നിന്നെ കൊണ്ടുപോവാ കേട്ടാ. പക്ഷെ അപ്പോഴത്തെ ചെലവിന്റെ കാശ് മുഴുവൻ നീ വഹിക്കേണ്ടി വരും. നീ വഹിക്കോ ഇല്ലയോ? എന്നെ കൊണ്ടുപോയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ വഹിക്കും. വഹിച്ചാ മതി. പിന്നെ എൻ്റെ ഒരു PA ആയിട്ട് ഞാൻ നിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട് അവിടെ. എനിക്കൊരു സ്ഥാനമൊക്കെ ഉടനെ ഉണ്ടാവും. അതൊക്കെ ഞാൻ ഇപ്പൊ പറയുന്നില്ല, അതൊക്കെ സർപ്രൈസാണ് കേട്ടാ. അനിയാ ഡിക്കൊന്ന് തുറന്നേ. അല്ല നടരാജ, നിന്റെ ഡ്രൈവർ പോയി ഈ പെട്ടിയൊന്നും എടുത്ത് പുറത്ത് വെച്ച് തരൂലേ? അവനെ ആളിച്ചിരി കുഴപ്പക്കാരനെ, അവനെ മാറ്റുന്നതായിരിക്കും നല്ലത് കേട്ടോ. അത് ഞാൻ പെട്ടിയൊക്കെ ഒന്ന് എടുക്കുന്നുണ്ട്. കേന്ദ്രത്തിലൊക്കെ പോണ്ടേ? പിന്നെ ഇങ്ങനെ ഒന്ന് പിടിക്ക് വിട്ടോ. എന്നാ നടരാജൻ വിട്ടോ. ശരി, ഓക്കെ, കാണാം. വീട്ട് കാണാം. അനിയാ പോട്ടേടേ. ശരി നടരാജ, കാണാം. അമ്മേ, ദേ ക്ലീറ്റ വന്നു. വാടി ക്ലീറ്റ. എടി തക്കളി എവിടെ? അവളുടെ ഉഷ്ണായി. എന്തായി മന്ത്രിയാക്കിയോ? മന്ത്രി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിയാക്കാനുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേക്കണേ. കാരണം എന്റെ സമ്മതമില്ലാതെ അവർക്ക് എങ്ങനെ മന്ത്രിയാക്കാൻ പറ്റില്ലല്ലോ. നീ അങ്ങനെ സമ്മതിക്കാത്ത എന്തായിരുന്നു? അമ്മ ഞാൻ സമ്മതിച്ചു, പക്ഷെ ഇനിയിപ്പോ ബാക്കി 2 മാസം സമയം പറഞ്ഞേക്കെ, അതിനകത്ത് മന്ത്രിയാക്കും. നീ അത് ആക്കുമെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ആക്കിയതുപോലെ തന്നെ. പക്ഷെ അവർക്ക് ഈ ആൾക്കാരുടെ മുമ്പിൽ TV ഇതിനൊക്കെ മുമ്പിൽ അറിയിക്കണത് ഒരു ദിവസമുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്യണം. ഒപ്പിട്ട് കൊടുത്തല്ല ഒപ്പ് ഞാൻ മനസ്സുകൊണ്ട് ഒപ്പിട്ടൊക്കെയാണമ്മ. ഇനി ബാക്കി ഒപ്പം അന്ന് പോകാൻ പോണിടാൻ. സാരി എവിടെ?
എല്ലാവർക്കും സാരി എന്നുള്ളൊരു ചിന്ത. അല്ലെങ്കിൽ ഒരാൾ ഇത്രയും ദൂരെ യാത്ര കഴിഞ്ഞ് പറഞ്ഞാണ് എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര, വല്ലതും കഴിച്ചോ കുടിച്ചോ ഒന്നും ചോദിക്കരുത് കേട്ടോ. ഓ കുടിച്ചോ? നിനക്കൊന്നും തന്നില്ലേ? അമ്മ ആഹാരം കിട്ടിയാലും ഞാൻ പറയാം. എന്നാലും അവിടെ മഴയും വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ചെറുതായിട്ടും. അപ്പൊ അതുകൊണ്ട് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടായി. ആ ഹോട്ടലൊക്കെ ഉദ്ദേശിച്ച ഹോട്ടലൊക്കെ പറഞ്ഞില്ലേ. പിന്നെ ആകെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ എന്നെ ഇടവും പോലും തിരിയാൻ സമ്മതിക്കില്ല. അയാളുണ്ടല്ലോ, അയാൾക്ക് നടക്കാൻ പോകുമ്പോൾ ഞാൻ വേണം, അയാൾ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാൻ പോകുമ്പോൾ ഞാൻ വേണം, പിന്നെ അയാളുടെ ഒരു പേരക്കുട്ടിയുണ്ട് അവൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ അതിന്റെ കൂടെയും ഞാൻ വേണം. സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാ? അപ്പൊ കുളിച്ചാന്ന് വെച്ചാൽ ഞാൻ നല്ലപോലെ നീന്തൽ അറിഞ്ഞുകൂടെങ്കിലും കുറെയൊക്കെ ഞാൻ പഠിച്ചു, ഇച്ചിരി വെള്ളവും കുടിച്ചു. പിന്നെ എന്താന്ന് ചുരുക്കം പറഞ്ഞ അയാള് മൂത്രം ഒഴിക്കാൻ പോണേലും ഞാൻ എന്തൊരു മനുഷ്യനാണ്. അങ്ങനെയൊക്കെ പോയി അങ്ങനെ സന്തോഷമായിട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ആഹാരം ഹിന്ദി ആഹാരം അവിടെ കിട്ടുള്ളൂ. നമ്മളെ മലയാളി ആഹാരം അത് ഉദ്ദേശിച്ച പോലെ ഒന്നും എനിക്ക് കിട്ടിയില്ല. അതിൻ്റെതായ ഉണ്ടല്ലേ. ഓ എനിക്ക് പോയ ഇത് നീ എങ്ങനെ ഒരാഴ്ച പിടിച്ചു നിന്ന് സാരി കാണാതെ? ഓ ഇവിടെ അത് തന്നെ വർത്താനം. ചേട്ടന്മാരും ചേട്ടൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചെയ്യും, ബഹളം വെക്കണ്ട. ആദ്യം അമ്മയ്ക്ക് അമ്മയ്ക്കുള്ളത്. അയ്യോ പൊന്നും മരുമോനെ, നീ ഭയങ്കരനാണല്ലോടാ. എന്താ എന്റെ ആശ അറിഞ്ഞു തന്നെ നീ വാങ്ങിച്ചല്ലോ. ഇടി നിനക്ക് ഓർമ്മയുണ്ടാ പണ്ട് സുനാമിക്കാരെ സഹായിക്കാനെന്ന് പറഞ്ഞ് കനകൻ എടുത്തു കൊടുത്തത്? നീ ചോദിച്ചിട്ടോട് ഞാൻ തരാതിരുന്നു. ശരിയാ എന്റെ മരുമോനെ, എനിക്ക് സന്തോഷമായി. എന്റെ ആശ പോലെ നീ എനിക്ക് വാങ്ങിച്ചു തന്നു. അതുപോലത്തെ സാരി ഇഷ്ടപ്പെട്ടല്ലോ അമ്മയ്ക്ക്? അയ്യോ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് തരാം, ബഹളം വെക്കണ്ട. എല്ലാവർക്കും ഉണ്ട്. ഇത് ജമന്തിക്ക് നിനക്കുണ്ട്. കൊള്ളാം കൊള്ളാം. നല്ല മെറ്റീരിയല്. നിനക്ക് കളർ ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല. കൊള്ളാല്ലേ? എനിക്ക് ചേരൂല. അതിന് ഇത് കൊടുത്താലല്ലേ നല്ല ഒതുങ്ങിയിരിക്കും. ബാക്കി എവിടെ? മറ്റേ സാരിക്ക് എടുക്ക്. ബാക്കി എന്ത്? 5 സാരിയല്ലേ? അയ്യോ ബാക്കി സാരിയില്ല, അതൊരു വലിയ കഥയില്ലേ. ഞാൻ ഈ മന്ത്രിയും വിളിച്ചോണ്ട് ഈ സാരി കിട്ടുന്ന സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ആ കടയെല്ലാം പൂട്ടിക്കുക. GST വന്നപ്പോഴേ ഈ 5000 രൂപയ്ക്ക് 5 സാരി കിട്ടുന്ന കടകളൊക്കെ പൂട്ടി. ഇപ്പൊ അവിടെ ആപ്പാടെ ഉള്ളത് 5000 രൂപയ്ക്ക് ഒരു സാരി കിട്ടുന്ന കടകളേ ഉള്ളൂ. ഇതിന് 5000 ആണോ? പിന്നെ ഇത് 5000ത്തിന് കിട്ടിയത് ഭാഗ്യം. മന്ത്രിയും കൂടെ ഉണ്ടായിരുന്നോണ്ട് വില കുറച്ച് തന്നതാണ്. പിന്നെ എല്ലാം 5000 രൂപ. മെറ്റീരിയൽ നല്ലതാ, പ്യൂർ ആകണ്ട, പിടിച്ചു നോക്കുമ്പോ അറിയാം. എന്തായാലും പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാരി എന്ന് പറഞ്ഞാ അതിന്റെ ഒരു ഗമ വേറെ. അപ്പൊ ജമന്തിക്ക് ഇഷ്ടപ്പെട്ടല്ലോ? ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കോ? ഓ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിനക്കോടി തങ്കം? തങ്കത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കർത്താവേ സമാധാനമായി. നിങ്ങളെ സാരി പിടിച്ചപ്പോഴേ നല്ല മയ. എന്റെ ഒരു വല്ലാത്ത കട്ടിയുള്ള സിൽക്കല്ലേ. അന്ന് നമ്മുടെ സാരി ഞാൻ എടുത്തോളാം. എത്ര രൂപ പറയും? കണ്ണടച്ചൊരു 10000 രൂപ പറയും. അത് മതി. Alien versus Alien.